കേരള ചരിത്രത്തിലെ നടുക്കുന്ന ഓർമ്മയായ ഈ നരവേട്ടയുടെ ദൃശ്യം കൈരളി ന്യൂസ് പുറം ലോകത്ത് എത്തിച്ചില്ലായിരുന്നെങ്കിലോ? മുത്തങ്ങ ഭൂസമരത്തെ രക്തം പുരണ്ട അധ്യായമാക്കിയ AK ആന്റണി സർക്കാരിനെ തുറന്നുകാട്ടാൻ കഴിയാതെ വന്നേനെ. തലചായ്ക്കാൻ സ്വന്തം ഭൂമിക്കായി പോരാടിയവരെ നട്ടാൽ കുരുക്കാത്ത നുണപർവ്വതങ്ങളാൽ നിഷ്പ്രഭമാക്കിയേനെ. അങ്ങനെ നിരവധി ഉത്തരങ്ങൾക്ക് ബലമേകുന്നതാണ് 100,000 വാക്കുകളേക്കാൾ കരുത്തുള്ള കൈരളിയുടെ ഈ ദൃശ്യങ്ങൾ. ഭൂതകാലത്തും വർത്തമാനകാലത്തും നിശബ്ദമാക്കപ്പെട്ടവരുടെ ശബ്ദം ഉച്ചത്തിൽ കേൾപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അനുരാജ് മനോഹറിന്റെ സംവിധാനത്തിൽ അടുത്തിടെ പുറത്തിറങ്ങിയ നരിവേട്ട എന്ന ചിത്രത്തിൽ കാണാം കാതലുള്ള ആ രാഷ്ട്രീയം. ചരിത്രത്തിൽ രക്തം പുരണ്ട മുത്തങ്ങ ആദിവാസി ഭൂസമരം വീണ്ടും ചർച്ചയാക്കാൻ ഈ കലാസൃഷ്ടിക്കായി. ചവിട്ടി നിൽക്കാൻ ഭൂമിയില്ലാത്തവരെ ചവിട്ടി അരച്ചവരുടെ കഥ, നിശബ്ദമാക്കപ്പെട്ടവരുടെ കഥ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ടാഗ്ലൈനോടെയാണ് നരിവേട്ടയിൽ അവതരിപ്പിച്ചത്. മണ്ണിന്റെ മക്കളെ ഭരണകൂടം വേട്ടയാടിയതും ഭൂമി നൽകാമെന്ന് 2001 വാഗ്ദാനം നൽകിയ സർക്കാർ 2 വർഷം കഴിഞ്ഞിട്ടും പാലിക്കാതിരുന്നതും ചിത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് ആദിവാസികളെ നിശബ്ദമാക്കാൻ ശ്രമിച്ചതും കാണിക്കുന്നു. സമരത്തിന് നേതൃത്വം നൽകിയ CK ജാനുവിൻ്റെയും M ഗീതാനന്ദിൻ്റെയും രൂപസാദൃശ്യമുള്ളവർ കഥാപാത്രങ്ങളായി. എന്നാൽ UDF സർക്കാരിനെയോ അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണിയെയോ വനം മന്ത്രിയായിരുന്ന മുൻ KPCC പ്രസിഡന്റ് K സുധാകരനെയോ രൂപത്തിൽ പോയിട്ട് പേരിൽ പോലും സാദൃശ്യം തോന്നിക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞില്ല. കൊല്ലപ്പെട്ടവരുടെ എണ്ണം, പോലീസുകാരൻ കൊല്ലപ്പെടുന്ന രീതി തുടങ്ങിയവ ഭാവനയായാണ് ചിത്രം ആവിഷ്കരിച്ചത്. ജോഗി എന്ന ആദിവാസി വെടിയേറ്റും വിനോദ് എന്ന പോലീസുകാരൻ വെട്ടേറ്റുമാണ് കൊല്ലപ്പെട്ടതെന്ന അടക്കമുള്ള വാർത്തകൾ കൈരളി അക്കാലത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ ഭരണകൂട ഭീകരതയെ തുറന്നുകാട്ടാൻ കൈരളിക്കായി. നരിവേട്ടയ്ക്ക് റഫറൻസ് നൽകാൻ ഈ ദൃശ്യങ്ങൾക്ക് കഴിഞ്ഞു. അവിടെയാണ് കൈരളിയുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രസക്തി അടിവരയിടുന്നത്. ഫെബ്രുവരി 19 വയനാട് മുത്തങ്ങയുടെ ഭൂപടം ആദിവാസികളുടെ ചോരയാൽ AK ആന്റണി സർക്കാർ ചുവപ്പിച്ചു. കൈരളിയുടെ ക്യാമറമാനായിരുന്ന ഷാജി പട്ടണമാണ് മുത്തങ്ങയിൽ പോലീസ് നടത്തിയ നരനായാട്ട് പകർത്തിയത്. 100 കണക്കിന് പോലീസുകാർ കാട് വളഞ്ഞ് ഭീതിപ്പെടുത്തുന്ന സാഹചര്യം സൃഷ്ടിച്ചു. ആ സമയത്ത് മരത്തിന് മുകളിൽ കയറി നിർഭയം ക്യാമറ കണ്ണിലൂടെ ഒപ്പിയതാണ് ഈ ദൃശ്യങ്ങൾ. അമ്പും വില്ലുമായി പ്രതിരോധിക്കാൻ നോക്കിയ ആദിവാസികളെ ലാത്തികൊണ്ടും തോക്കുകൊണ്ടും ബൂട്ട്സ് കൊണ്ടും UDF സർക്കാരിന്റെ പോലീസ് നിഷ്കരുണം വേട്ടയാടി. പിഞ്ചുകുഞ്ഞുങ്ങളെ പോലും ക്രൂരതയ്ക്ക് ഇരകളാക്കി. ഭക്ഷണം പോലും ലാത്തികൊണ്ട് അടിച്ചു തെറിപ്പിച്ചു. കുടിലുകൾ തീവെച്ചു നശിപ്പിച്ചു. പലതവണ പോലീസ് നടത്തിയ വെടിവെപ്പടക്കം കൈരളിയുടെ ക്യാമറമാൻ പകർത്തിയത് മരത്തിലിരുന്നു തന്നെ. തോക്കു ചൂണ്ടി വെടിവെച്ചിടുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഒടുവിൽ ക്യാമറമാനെ പോലീസ് താഴെ ഇറക്കിയത്. മരത്തിൽ നിന്ന് ഇറങ്ങുന്നതിനിടെ ഷൂട്ട് ചെയ്ത ടേപ്പ് ക്യാമറമാൻ മാറ്റിവെച്ചു. പോലീസ് ചോദിച്ചപ്പോൾ നൽകിയത് മറ്റൊരു ടേപ്പ്. മർദ്ദനത്തിലും വെടിവെപ്പിലും നിലത്ത് വീണവരെ ചിത്രീകരിക്കുമ്പോൾ ക്യാമറമാനെ പിടികൂടാൻ ഒരു ഉദ്യോഗസ്ഥൻ ഉത്തരവിട്ടു. പോലീസുകാർ ഓടിയെത്തി ക്യാമറ തല്ലിപ്പൊളിച്ചു. പൂട്ടിട്ട കാലുകൾ കൊണ്ട് ചവിട്ടിക്കൂട്ടി. പൊട്ടിയ ക്യാമറയുമായി കാട്ടിലൂടെ ഓടിയപ്പോൾ അച്ഛനും അമ്മയും കുട്ടിയും അടങ്ങുന്ന ആദിവാസി കുടുംബത്തെ പോലീസിൽ നിന്ന് രക്ഷപ്പെടുത്താനും കൈരളി ക്യാമറമാൻ മുതിർന്നു. ഇതിൽ തോക്കുകൊണ്ട് മാരകമായ മർദ്ദനമേറ്റെടുത്തു നിന്ന് രക്ഷപ്പെട്ടാണ് ക്യാമറ ടേപ്പ് ഡ്രൈവർക്ക് നൽകിയതും തുടർന്ന് കോഴിക്കോട്ടെ ബ്യൂറോയിൽ എത്തുന്നതും അവിടെ നിന്ന് കൈരളിയിലൂടെ ഈ ദൃശ്യങ്ങൾ ലോകം കാണുന്നതും. അതിനെ ആർക്കാ വിമർശിക്കാൻ കഴിയുക? പോലീസ് സെക്ഷനിൽ ഇത്രയേറെ മനസ്സാന്നിധ്യത്തോടും എന്താ പറയുക ഒരു മെച്യൂരിറ്റിയോടുകൂടി പോലീസ് തന്നെ ഇങ്ങനത്തെ ഒരു സർക്കംസ്റ്റാൻസിനെ അതിജീവിച്ചത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും.
18 റൗണ്ട് വെടിവെച്ചിട്ട് ഒരാൾ മാത്രം, അതും മരിച്ചത് പിന്നെ പ്ലാസ്റ്റിക് ബുള്ളറ്റ് കൊണ്ടാണ്. പോലീസ് ഇത്ര അല്പസമീപനത്തോടെയും ഇത്രയും മിതമായ ഫോഴ്സ് ചെയ്തുകൊണ്ട് ഒരു പോലീസ് ഇതുപോലത്തെ ഒരു അറ്റംപ്റ്റിനെ നിർവീര്യമാക്കിയത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. അതിന് ഇത് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ അഭിനന്ദനം അർഹിക്കുന്നു എന്നതാണ് ഗവൺമെന്റിന്റെ വിലയിരുത്തൽ. പോലീസിനെ മർദ്ദനോപകരണമാക്കി ന്യായമായ ഭൂസമരത്തെ UDF സർക്കാർ വേട്ടയാടിയതിനെ തുറന്നുകാട്ടാൻ തുടർച്ചയായുള്ള റിപ്പോർട്ടിങ്ങിലൂടെ കൈരളിക്കായി. കൈരളിയുടെ റീജിയണൽ ചീഫായിരുന്ന R. സുഭാഷ് അടക്കമുള്ള അന്നത്തെ റിപ്പോർട്ടർമാർ ഇമചിമ്മാതെ നരനായാട്ട് വിളിച്ചെത്തു കൊണ്ടുവന്നു. ജോഗി എന്ന ആദിവാസി രക്തസാക്ഷിയായത് ഏതുതരം ആക്രമണത്തിലൂടെയാണെന്നത് തെളിവ് നിരത്തി. അതുകൊണ്ടാണ് 2 പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഈ ദൃശ്യങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്.